മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളെയും ഇവിടെ സെക്യൂരിറ്റി ഓഫീസറായിട്ട് മേജർ സാർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഈ പുതിയ ടവറിനെ ബോംബിട്ട് നശിപ്പിക്കുമെന്നൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും കരുതലോടെ ഇരിക്കണം. ഡോണ്ട് വറി സാർ, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഞങ്ങളുടെ മുകളിൽ ഒരു പരുന്നും പറകില്ല സാറേ. ഗുഡ്, വെരി ഗുഡ്. ഐ ലൈക്ക് യു ഗൈസ്. നിങ്ങൾ രണ്ടുപേരും ടവറിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്തെല്ലാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? വെറും വയറ്റിൽ എന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കില്ല സാറേ. പത്ലു നീ പറ. സാറേ, ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു ജോലിക്കാരുടെ വേഷത്തിൽ വേഷം മാറി നടന്നേക്കാം. ആരെങ്കിലും ബോംബ് വെക്കാൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അങ്ങ് പിടിച്ചേക്കാം. ഗുഡ്, വെരി ഗുഡ്. ഐ ലൈക്ക് യു. ബോംബ് വെക്കും ഞാൻ ടവറിന്. എന്നെ തടയാൻ ആരുണ്ട്? കൊള്ളാം ബോത്ത്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. എടാ കവിതയ്ക്ക് എന്താവനെ? കവിതയുടെ കാര്യം വിത്ത് എന്റെ കൂടെ വാതാ. ഓ, ഞാൻ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? എടാ കവിതയ്ക്ക് ഉണ്ടായവനെ, കവിതയുടെ കാര്യം വിട്ട് എന്റെ കൂടെ വരാൻ. ഒരു ബോംബ്, ഒരു പൊട്ടിത്തെറി, പണി കഴിഞ്ഞു. ഒന്ന് വേഗം ആട്ടെ, സിമന്റ് എടുത്ത് മാറ്റ, അല്ലെങ്കിൽ ബോംബ് പൊട്ടിത്തെറിക്കും. ഈ സിമന്റ് എല്ലാം എന്റെ ദേഹത്ത് എങ്ങനെയാണാവോ വീണത്? വാ, നമുക്ക് വേറൊരു ബോംബ് സെറ്റ് ചെയ്യാം. വാടേ. ഒരു ബോംബ്, ഒരു പൊട്ടിത്തെറി, പിന്നെ ഈ ടവറ്. അതെ, അതൊന്ന് പെട്ടെന്ന് കെട്ടിക്കേ. പെട്ടെന്ന് ചെയ്, സമയമില്ല. വേഗം പാടേ. ഈ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് രക്ഷിക്ക്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയ്ക്കുണ്ടായവനെ, കവിതയുടെ കാര്യം വിട്ട് എന്നെ ഇവിടുന്ന് പുറത്തിറക്ക്. ഈ ബോംബ് പൊട്ടാറായി. എന്നെ ഒന്ന് അകത്തേക്ക് തള്ളിവിട്. എന്നാൽ എനിക്ക് ആ ബോംബിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രക്ഷപ്പെട്ടേ. ഇനി എന്നെ പുറത്തേക്ക് എടുക്ക്. വലിക്ക്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ആ ബോട്ട് പത്രം ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. കൊള്ളാം ബോസ്, കൊള്ളാം. കവിതയുടെ കാര്യമൊക്കെ വിട്. ആ ബോട്ട് പത്രം ഇവിടെ തന്നെയുണ്ട്. അവന്മാര് ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും എന്റെ തലയിലേക്ക് വരും. നിങ്ങൾ പോയി അവന്മാരെ അന്വേഷിക്കുക. ആ സമയം കൊണ്ട് ഞാൻ ഈ ബോംബ് സെറ്റ് ചെയ്യാം. ചെല്ല്, വേഗം ചെല്ല്. വരൂ, നമുക്ക് മുകളിൽ പോയി നോക്കാം. ഇനി ആരെങ്കിലും മുകളിൽ ചെന്ന് ബോംബ് വെക്കുന്നുണ്ടെങ്കിലോ? വാ. ഒരു ബോംബ്, ഒരു പൊട്ടിത്തെറി, പിന്നെ ടവർ തീർന്നു. ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. വളരെ ശാന്തതയാണല്ലോ. ഈ ജോണായിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ.
എനിക്ക് മാത്രമെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആരാ ആരാ എന്നെ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നത്? എന്റെ മനസ്സ് പറയുന്നു ആ മോട്ടും പത്തിലും ഇവിടെ എവിടെയോ ഉണ്ട്. ഓ അതെ, ഒന്നിങ്ങോട്ട് വന്നേ. ആ പെട്ടെന്ന് നീ കട്ടയൊക്കെ എടുത്ത് എന്റെ കയ്യിലോട്ട് താ. ഞാൻ പെട്ടെന്ന് ഈ ഭിത്തി ഒന്ന് കെട്ടട്ടെ. വരൂ, നമുക്ക് അവരെ പോലെ കുറെ ഇഷ്ടികകൾ എടുത്ത് ചുമര് കെട്ടാം. ശരിയാണ്, ജോലി ചെയ്യണമെങ്കിൽ പിന്നെ നമ്മളെ ആർക്കും ഒരിക്കലും സംശയം തോന്നില്ല. ഒരു ബോംബ്, ഒരു പൊട്ടിത്തെറി, പിന്നെ ഈ ടവർ തീർത്തു. എന്നെ ഇതിൽ ആർക്കും തടയാനാവില്ല. ഉം. ബോംബ് എവിടെ? പെട്ടെന്ന് കണ്ടുപിടിക്കും. ബോംബ് എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. ഇപ്പൊ കവിതയുടെ കാര്യം പറഞ്ഞാ നീ ഇടി മേടിക്കൂടെ? ആ ബോംബ് എവിടെയാണ്? അത് പൊട്ടാറായിരിക്കുക. ഓ, ഇമാരിത് എവിടെ പോയി? ഓഹോ, ഇനി പിന്നെയും പോയി അവിടെ കട്ട എടുത്തോണ്ട് വരണമല്ലോ. ഒരുത്തൻ അവിടെ വെച്ച് വീടൂ, ഒരുത്തൻ ഇവിടെ വെച്ച് വീടൂ, പിന്നെ ആരും വീടില്ലെങ്കിൽ നീയൊക്കെ വന്ന് വീഴുന്നു. ഇനി മേലാൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല കേട്ടോ. ആ മോട്ടും പത്തലും ഇവിടെ എവിടെയോ ഉണ്ട്. ബോംബൊക്കെ നമുക്ക് പിന്നെ വെക്കാം. ആദ്യം അവരെ പോയി കണ്ടുപിടിക്കണം. ചെന്ന് അന്വേഷിക്കേ. ഇനി ആരെങ്കിലും വന്ന് വീഴാൻ ബാക്കിയുണ്ടെങ്കിൽ എന്റെ നെഞ്ചത്തേക്ക് വന്ന് വീഴണേ. ഇവന്മാരെ കൊണ്ടൊക്കെ തോറ്റല്ലോ. സമാധാനത്തോടെ ഒരു ബോംബ് പോലും വെക്കാൻ പറ്റുന്നില്ല. എനിക്കറിയായിരുന്നു ഇവന്മാർ ഇവിടെ തന്നെ കാണുമെന്ന്. ഇനി ഇവരെ ആർക്കും രക്ഷിക്കാനാവില്ല. ഈ ബോംബ് കൊണ്ട് ഞാൻ ഇവന്മാരെ തകർത്ത് കളയും. ഒരു ബോംബ്, ഒരു പൊട്ടിത്തെറി, പിന്നെ അവന്മാര് തീർത്തു. പെയിന്റ് അടിക്കുന്നതിലുള്ള സുഖം മറ്റൊരു ജോലിയിലും കിട്ടില്ലെന്ന്. കണ്ടില്ലേ, ചുമര് എത്ര ഭംഗിയുള്ളതായിരിക്കുക. അടിപൊളിയായി. വരൂ, നമുക്ക് പോയിട്ട് കുറച്ച് സമൂസകൾ കഴിക്കാം. സമോസ കഴിക്കാനായി ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ഒന്നും ആയിട്ടില്ല. വാ, ടെറസിലേക്ക് പോകാം. വിടില്ല, ഞാൻ ഒരെണ്ണത്തിനെയും വിടില്ല. ഇവന്മാരെന്നെ നടുവൊടിച്ചു. ഇനി ഞാൻ ഇവന്മാരെ വിടില്ല. മുകളിലേക്ക് ചെല്ല്. ഈ ജോലിയും വളരെ നല്ല ജോലിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സുഖം തോന്നുന്ന ജോലി കിട്ടുന്നത്. എന്ത് മാത്രം അടിപൊളിയാണെന്ന് നീ ഞങ്ങളോട് ചോദിക്ക്. നമ്പർ 1, നമ്പർ 2 അറ്റാക്ക്. ബോസ്, എങ്ങനെ അറ്റാക്ക് ചെയ്യാനാ? അവർ രണ്ടുപേരും നല്ല സ്ട്രോങ്. അവര് 2 പേരല്ലേ ഉള്ളൂ, നമ്മള് 3 പേരല്ലേ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? വന്ന കാര്യം നടക്കട്ടെ. ബോസ്, നമ്മൾ 3 2.5 ഉള്ളൂ. 1, ഇതൊന്ന്, പിന്നെ ബോസ് നിങ്ങൾ ആരാ? വരൂ, നമുക്ക് പോയിട്ട് കുറച്ച് സമൂസകൾ കഴിക്കാം.
ആയിട്ട് ബോംബ് വയ്ക്കാൻ വന്ന ഒരുത്തനും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെയാണ് ബോംബ് വെക്കാൻ വന്നവൻ നിൽക്കുന്നത്. നീ എന്നെ അത് വെക്കാൻ സമ്മതിക്കില്ലല്ലോ. നിന്നെ അത് ഞാൻ വെറുതെ വിടില്ലടാ, ഒരിക്കലും വിടില്ല. അല്ല, നീ ആദ്യം ഇത് പറ. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ ഞങ്ങൾ ഇങ്ങനെ ഓടിക്കുന്നത്? എടാ ജോണ്, നിനക്ക് വട്ടായോ? മോട്ടു പത്തിൽ നമ്മുടെ ടവറിനെ രക്ഷിച്ചിരിക്കുന്നു. ദേ ആർ ഗ്രേറ്റ്. മോട്ടു പത്തലു. Watch India's largest kids library only on Jio Hotstar. Download the app now.